പിന്നീടുള്ള ദിവസങ്ങൾ വളരെ തിരക്ക് പിടിച്ചതായിരുന്നു. തുണിയെടുക്കലും മറ്റുമായിട്ട് ഓരോ പരിപാടികളായി ദിവസം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. എല്ലാത്തിനും കൂട്ടായി വർഷ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. നാളെയാണ് മാഷ് ട്രെയിനിങ് കഴിഞ്ഞു വരുന്നത്. ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷം വന്ന് നിറയുന്നത് ഞാൻ അറിഞ്ഞു. എന്താടി നീ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? ഇനിയും ഇത്ര ദിവസം കഴിഞ്ഞ് നിന്റെ സ്വപ്നം പോലെ തന്നെ നടക്കുമല്ലോ എല്ലാം. വർഷയുടെ സംസാരം എന്നെ ചിന്തകളിൽ നിന്നുണർത്തിയത്. ഏയ് ഒന്നുമില്ലടി, നാളെ രാവിലെ മാഷ് വരും, അതോർത്തങ്ങിരുന്നതാണ്. ഈയൊരു വർഷത്തിനിടയിൽ ഞാൻ ആകെ മാഷിനെ കണ്ടത് നേരിട്ട് ഒറ്റ തവണ മാത്രമാണ്. പക്ഷെ ഓരോ നിമിഷവും എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെയായിരുന്നു. ഒരു നിമിഷം പോലും ഇത്ര അകലെയാണെന്നോ ഇല്ലേ നേരിട്ട് കാണുന്നില്ലെന്നോ എന്നുള്ള യാതൊരു ചിന്തയും എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ലെങ്കിൽ തോന്നിപ്പിച്ചിട്ടില്ല വർഷേ. എനിക്കറിയാടി നന്ദു, ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു പേടിയായിരുന്നു. സാറ് പോയി കഴിയുമ്പോൾ അങ്ങനൊരവസ്ഥയിൽ നിന്റെ പഠനം പോലും പ്രശ്നമാവുമെന്ന്. അങ്ങനെ പലതും ഞാൻ ചിന്തിച്ചു. പക്ഷേ നീ എൻ്റെ മുമ്പിൽ ജീവിതം കൊണ്ട് കാണിച്ചു തന്നു. പ്രണയം കൊണ്ട് ജീവിതത്തിലെ എല്ലാ മേഖലയിലും നിങ്ങൾ ജയിച്ച്. അതൊന്നും എനിക്കറിയില്ല വർഷേ. പക്ഷെ ഒന്നുണ്ട്, മാഷ് അങ്ങനെ എൻ്റെ കൂടെ നിന്ന് ഓരോ കാര്യങ്ങളും ശക്തി പകർന്നു നൽകുന്നത് എനിക്കെന്തോ വല്ലാത്തൊരു ധൈര്യം തന്നെയായിരുന്നു. എന്തായാലും നീ ഭാഗ്യവതി തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. അങ്ങനെ ഞങ്ങളുടെ സംസാരത്തിനിടയിലാണ് അച്ഛൻ റൂമിലേക്ക് വന്നത്. ഇതെന്താണ് രണ്ടാളും കൂടി ഇവിടെ കയറിയിരിക്കുന്നത്? താഴേക്ക് വാ രണ്ടുപേരോടെ. വലിച്ചനൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോ അവർക്ക് മനസ്സിലായി എന്റെ തീരുമാനം എത്രമാത്രം ഉറച്ചതാണെന്ന്. അതുകൊണ്ട് തന്നെ വാശി പിടിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന്. അങ്ങനെ ആ പ്രശ്നം കഴിഞ്ഞു അല്ലെങ്കിലേ? എന്തായാലും അത് നന്നായി. അതേ വർഷേ, ഇനി അടുത്തത് മോളുടെ കല്യാണാണ്. മോൾക്കുണ്ടോ ഇവളെ പോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രണയം? ഇപ്പോ അതാണല്ലോ ട്രെൻഡ്. എൻ്റെ അങ്കിളെ, സത്യമായിട്ടും എനിക്ക് തൽക്കാലം അങ്ങനെയൊന്നും പറയാൻ ആരുമില്ല. കുറച്ചുനാൾ കൂടി ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ. അങ്ങനെ അങ്ങ് പോണോ വേണ്ടോ എന്നുള്ളത് ഞങ്ങൾ കാരണന്മാർ തീരുമാനിച്ചോളാം. വൈകിട്ട് കൃഷ്ണൻ വന്നിട്ട് വേണം അതിനെപ്പറ്റി സംസാരിക്കാൻ. ഇപ്പൊ എന്തായാലും രണ്ടാളും കൂടി താഴേക്ക് വാ. അത്രയും പറഞ്ഞിട്ട് അച്ചു പോയി. അപ്പോഴാണ് വർഷയുടെ വകയുള്ള കമന്റ് വന്നത്. ഡി നന്ദു, ഈ പോക്ക് പോയ മിക്കവാറും നിന്റെ കല്യാണത്തിന്റെ കൂടെ എന്റെയും ഇവരെല്ലാം കൂടി നടത്തുന്നാ തോന്നുന്നേ. അങ്ങനെ അങ്ങ് നടന്ന എന്ത് രസായിരിക്കും നന്ദു. സ്കൂളിലും കോളേജിലും അങ്ങനെയെല്ലാം നമ്മൾ ഒന്നിച്ചായിരുന്നു. കല്യാണം ഒന്നിച്ചായിരുന്നെങ്കി അയ്യടാ, അത്ര വലിയ സ്വപ്നമൊന്നും കാണണ്ട എന്റെ പൊന്നുമോള് കേട്ടോ. ഞാൻ കുറച്ചുകൂടി ഇങ്ങനെയൊക്കെ അങ്ങ് നടക്കട്ടെ. സംസാരം അവസാനിപ്പിച്ച ശേഷം ഞങ്ങൾ താഴേക്ക് ചെന്നു. എല്ലാവർക്കൊപ്പം വളരെ സന്തോഷമായി തന്നെ എല്ലാത്തിലും പങ്കെടുത്തു. ഇന്നാണ് ഞാൻ ഏറ്റവും സ്വപ്നം കണ്ട ദിവസം. എൻ്റെ മാഷിന്റെ കയ്യിൽ കഴുത്തിലൊരു താലിയണിഞ്ഞ് ഞാൻ സുമംഗലിയാവുന്ന ദിനം. രാവിലെ തന്നെ ബന്ധുക്കളും കൂട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ മാഷിനെ ഒന്ന് വിളിക്കണമെന്നുണ്ടായിട്ട് കൂടി എനിക്കതിന് സാധിച്ചില്ല. എല്ലാത്തിനും മുൻപന്തിയിൽ ആവേശത്തോടെ വർഷ തന്നെയായിരുന്നു. അതിനിടയിലാണ് അഖിലയുടെ രംഗപ്രവേശം. കൺഗ്രാറ്റുലേഷൻ നന്ദു. അങ്ങനെ എല്ലാവരിൽ നിന്നും ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച നിങ്ങളുടെ പ്രണയത്തിന്റെ സാഫല്യം, ഒരുപാട് കാലം പരസ്പരം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ ഈശ്വര സഹായിക്കട്ടെ. താങ്ക്സ് അഖില. അവളോട് മറ്റൊന്നും പറയാനുള്ള വാക്കുകൾ എനിക്കില്ലായിരുന്നു. കല്യാണം വിളിച്ചറിഞ്ഞ ദിവസം മുതൽ ഇന്ന് വരെ പലരിൽ നിന്നും കേൾക്കുന്നതാണ്. എന്നാലും അതിനൊരു മറുപടി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഇതുവരെ ആർക്കും. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ മാഷിന്റെ കഴുത്തിൽ താൽ ചാത്തിയ നിമിഷം അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. അതെ, ഈ നിമിഷം മുതൽ ഞാൻ എൻ്റെ പ്രാണന്റെ നല്ല പതിയെ തീർന്നിരിക്കുന്നു. ഞങ്ങളുടെ പ്രണയത്തിന്റെ പൂർത്തീകരണം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതിലും അപ്പുറമാണ് സന്തോഷം. മാഷിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടു ഇതുവരെ ഇല്ലാത്തൊരു തിളക്കം. മറ്റെല്ലാം മറന്ന് അല്പനിമിഷം അങ്ങനെ നിന്നുപോയി ഞാൻ. ആ നിമിഷങ്ങളിൽ എൻ്റെ മനസ്സിലൂടെ മാഷ് കോളേജ് വന്നത് മുതലുള്ള കാര്യങ്ങൾ ഓടി വന്നു. എടോ കാന്താരി, ഇതെന്തു പറ്റി? ഇതുവരെ കാണാത്ത പോലെ ഒരു നോട്ടം. മാഷിന്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടപ്പോഴാ ഞാൻ ചിന്തകളിൽ നിന്നുണർന്നത്. അത് പിന്നെ മാഷെ, ഞാൻ വെറുതെ പഴയ കാര്യങ്ങൾ ഓരോന്ന്, അങ്ങനെ ചുമ്മാ ഓരോന്ന്. എന്താ നന്ദുട്ടി നീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നുമില്ല മാഷെ, ഞാൻ എല്ലാം പിന്നെ പറയാം. അങ്ങനെ അവിടുത്തെ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ച് മാഷിന്റെ വീട്ടിലെത്തി ഞങ്ങള്. അമ്മയുടെ കയ്യിൽ നിന്നും വിളക്ക് മേടിച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച്
അമ്മയും അപ്പനും പറഞ്ഞതുപോലെ മരുമകളായിട്ടല്ല, മകളായി തന്നെ ഞാൻ ആ വീട്ടിലേക്ക് പ്രവേശിച്ചു. ഒരുപാട് സന്തോഷം മനസ്സ് നിറയുണ്ടെങ്കിലും അല്പനിമിഷത്തിന് ശേഷം അച്ഛനും അമ്മയും തിരികെ പോകുന്നോർക്കുമ്പോൾ ഹൃദയം പൊട്ടിപ്പിളരുന്ന പോലെ തോന്നി എനിക്ക്. അവസാനം അവർ യാത്ര പറഞ്ഞിറങ്ങുന്ന നേരം അതുവരെ പിടിച്ചു നിർത്തിയിരുന്ന എൻ്റെ സങ്കടം ഒരു പൊട്ടിക്കരച്ചിലായി മാറിയിരുന്നു. അച്ഛനും അമ്മയും കരഞ്ഞുണ്ടെങ്കിലും അതിനിടയിൽ തന്നെ ആശ്വസിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷം മാഷിന്റെ ബന്ധുക്കളുടെ പരിചയപ്പെടലും ഫോട്ടോ സെക്ഷനും എല്ലാം കഴിഞ്ഞപ്പോൾ നേരം നന്നായി വൈകിയിരുന്നു. രാവിലെ മുതലുള്ള തിരക്കും മറ്റും കാരണം ഞാൻ നന്നായി ക്ഷീണിച്ചിരുന്നു. അത് മനസ്സിലാക്കിയിട്ടെന്നോണം അമ്മ എന്നോട് പറഞ്ഞു, എന്തു പറ്റി എൻ്റെ മോക്ക് ആകെ തളർന്നു പോയോ? പോയി ഫ്രഷ് ആയിട്ട് വാ. ശരിയമ്മേ. അമ്മ തന്നെ എനിക്ക് റൂം കാണിച്ചു തന്നു. അപ്പോൾ മാഷ് താഴെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊപ്പം സംസാരിച്ചു നിൽക്കുന്നത് ഞാൻ കണ്ടു. കുളി കഴിഞ്ഞ് രാവിലെ മുതൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളൊക്കെ ഊരി മാറ്റിയപ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്തൊരു ഉന്മേഷം വന്നു. അപ്പോഴാണ് മാഷ് റൂമിലേക്ക് വരുന്നത്. അയ്യോടാ, എൻ്റെ ഭാര്യ കുളിയൊക്കെ കഴിഞ്ഞ് മിടുക്കിയായല്ലോ. സത്യം മാഷേ, രാവിലെ മുതൽ സാരിയൊക്കെ എടുത്ത് ഈ സ്വർണ്ണം എല്ലാം ഇട്ടൊരു പരുവായി. അതിൻ്റെ കൂടെയുള്ള ഫോട്ടോ സെക്ഷനും കൂടി ചേർന്നപ്പോൾ എല്ലാം പൂർണ്ണമായി. കൊള്ളാടി ഭാര്യയെ, ജീവിതത്തിൽ ഒരിക്കലല്ലേ ഇങ്ങനെയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് കുറച്ചൊക്കെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കിട്ടോ. എന്തായാലും ഇനി ഞാൻ പോയി ഫ്രഷ് ആവട്ടെ എന്നും പറഞ്ഞ് മാഷ് കുളിക്കാൻ വേണ്ടി പോയി. അപ്പോഴാണ് ടേബിളിലിരുന്നൊരു ഡയറി ഞാൻ ശ്രദ്ധിക്കുന്നത്. എന്താണ് എന്നറിയാനുള്ള ആകാംക്ഷയോടെ ഞാൻ അത് എടുത്തു നോക്കി. റെഫറൻസ് കാർഡ് വെച്ചിരിക്കുന്ന പേജ് ഓപ്പൺ ആക്കി ഞാൻ കണ്ടത് സ്നേഹപൂർവ്വം നന്ദുവിന് എന്ന് തുടങ്ങുന്ന ക്യാപ്ഷനോടെ മാഷ എഴുതിയതാണ്. കോളേജിൽ വന്ന് എന്നെ കണ്ട ദിവസം മുതൽ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ. ഓരോ പേജും വായിക്കുന്നതിനനുസരിച്ച് എൻ്റെ മനസ്സിൽ ഒരേ സമയം സന്തോഷവും സങ്കടവും നുരപൊന്തി. ഇത്രയധികം എന്നെ സ്നേഹിച്ചിരുന്നിട്ടും പലപ്പോഴും അതെന്താ എൻ്റെ മുമ്പിൽ പോലും മാഷ് പ്രകടിപ്പിച്ചിരുന്നില്ല എന്നാലോചിക്കുമ്പോൾ അത്ഭുതം തോന്നി എനിക്ക്. പിന്നിൽ നിന്നും വന്ന് മാഷ് എൻ്റെ കണ്ണുകൾ പൊത്തി ചെവിയോരം അതിനും ചേർത്തനോട് പറഞ്ഞു, എൻ്റെ സ്വപ്നങ്ങൾക്ക് ജീവനേകാൻ എൻ്റെ പ്രാണനായി മാറിയ കാന്താരി, ജീവിതത്തിലേക്ക് ഇന്ന് കൂട്ടുചേർന്നത് ഇനിയും മരണത്തിലും തനിച്ചാക്കില്ല എന്നുള്ള ഉറപ്പോടെയാണ്. അതുകൊണ്ട് ഇനിയും ഒന്നിനു വേണ്ടിയും എന്തിനു വേണ്ടിയും ആ കണ്ണുകൾ നിറയ്ക്കരുത്, മനസ്സ് വിഷമിപ്പിക്കരുത്. എന്തിനും ഏതിനും ഞാനുണ്ടാവും കൂട്ടിന് എന്നും പറഞ്ഞ് ഇരുന്നിടത്തു നിന്നും എന്നെ എഴുന്നേൽപ്പിച്ച് മാഷിന്റെ നെറുകിൽ ചുംബനമേകി. അതുവരെ ഞാൻ ആഗ്രഹിച്ചിരുന്നത് പോലെ ആ നെഞ്ചിലേക്ക് ഞാൻ ചാഞ്ഞിരുന്നു. അത്രമേൽ ഭാഗ്യമേറിയ നിമിഷത്തിന്റെ അവകാശിയായി മാറിയിരുന്നു ഞാനെന്നോർത്തപ്പോൾ മിഴികളാണ് മറുപടി നൽകിയത്. ഡി ഭാര്യ, നിന്നോട് ഞാൻ പറഞ്ഞു കണ്ണു നിറയ്ക്കരുതെന്ന്, എന്നിട്ട് പിന്നെ എന്തിനത്? അത് സന്തോഷം കൊണ്ടാ മാഷേ. ഈ നിമിഷം പോലും എനിക്ക് സ്വപ്നം പോലെയാ തോന്നുന്നത്. ഇത്രയൊക്കെ നേടാനുള്ളത് എന്ത് യോഗ്യത എനിക്കെന്ന് ആലോചിക്കുമ്പോൾ കൂടുതലൊന്നും തൽക്കാലം എൻ്റെ കാന്താരി ആലോചിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് മാഷിനെ ചുറ്റിപ്പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു. എൻ്റെ കണ്ണുകളിൽ അതിരം ചേർത്തു. ആ നിമിഷം എൻ്റെ അതിരങ്ങൾ വിറച്ചുകൊണ്ട് ഒരു മിന്നൽ എന്നിലൂടെ കടന്നു പോകുന്നത് പോലെ തോന്നി എനിക്ക്. ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.